നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാന്യനായ അസ്ലം എസ് ആണ്. ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റാണ് അദ്ദേഹം. പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റലിലാണ് അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഓക്കെ, അസ്ലം സർ, താങ്കളുടെ സ്വദേശവും താങ്കളെ പറ്റിയുള്ള ഒരു പരിചയപ്പെടുത്തലും. ശരി, എൻ്റെ സ്വദേശം വരുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ആറ്റിങ്ങലാണ് സ്വദേശം വരുന്നത്. ഞാൻ +2 കഴിഞ്ഞിട്ടാണ് ഈ ഒരു കോഴ്സ് പഠിച്ചത്. കോഴ്സ് BASLP എന്നാണ് കോഴ്സിൻ്റെ പേര്, ബാച്ചിലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി. 4 വർഷത്തെ ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. 3 വർഷം അക്കാദമിക്കും 1 ഇയർ 10 months നമുക്കൊരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമുമായിട്ടാണ് ഈ ഒരു കോഴ്സ് വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ 2021 സെപ്റ്റംബർ 27 കിംസ് അൽ ഷിഫയിൽ ഓഡിയോളജിസ്റ്റായിട്ട് ജോലിയിൽ പ്രവേശിച്ചത്. അതെ അതെ. ചോദ്യം ചോദിച്ചോട്ടെ, ഈ ഒരു കോഴ്സിന് ചേരണമെങ്കിൽ +2 ഏത് സബ്ജക്റ്റാണ് എടുക്കേണ്ടത്? +2 ബയോളജി സയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം 2014 വരെ +2 ബയോളജി സയൻസ് അല്ലാത്തവർക്കും കമ്പ്യൂട്ടർ സയൻസ് എടുത്തവർക്കും ഈ ഒരു കോഴ്സിൽ അഡ്മിഷൻ കൊടുത്തിരുന്നു. 2015 മുതൽ ബയോളജി സയൻസ് എടുത്തവർക്ക് മാത്രമാണ് ഈ ഒരു കോഴ്സിന്. സയൻസ് എടുത്താൽ പോരാ, ബയോളജി കമ്പ്യൂട്ടർ സയൻസ് 2015 മുതൽ. തീർച്ചയായും തിരുവനന്തപുരത്തുകാരനാണ്. അതെ അതെ, തിരുവനന്തപുരത്താണ്, തലസ്ഥാന നഗരിയിലാണ്. അതെ അതെ. നമ്മുടെ പീസ് റേഡിയോയുടെ സ്റ്റുഡിയോ ഉള്ളതും പെരിന്തൽമണ്ണയാണ്. അതെ അതെ അതെ. അപ്പോൾ അദ്ദേഹം നിങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം ഞാൻ പെരിന്തൽമണ്ണയായിട്ട് 2015 മുതൽ എനിക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. എൻ്റെ ഒരു റിലേറ്റീവ് ഇവിടെ പട്ടിക്കാട് ഉണ്ട്. അപ്പോൾ അവിടെ വീട്ടിലൊക്കെ വന്നിട്ടുള്ള ഒരു പരിചയം 2015 മുതൽ നമ്മൾ സലഫി പള്ളിയിലെ ഫാദർ ഉസ്താദുമായിട്ടൊക്കെ ഇവിടെ ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ടെന്നല്ലേ? അതെ അതെ, ഞാൻ MLT കോഴ്സ് അൽഷിഫയിൽ ചെയ്തിട്ടുണ്ട്. MLT കഴിഞ്ഞു. അതെ അതെ, MLT കോഴ്സും കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു തെറാപ്പിസ്റ്റ് കോഴ്സും കഴിഞ്ഞു. MLT മീൻസ് മെഡിക്കൽ ലാബോറട്ടറി. അപ്പോൾ അതേ സ്ഥാപനത്തിൽ ഓഡിയോളജിസ്റ്റ് സ്പീച്ച് തെറാപ്പിസ്റ്റ് വർക്ക് ചെയ്യണം പഠിച്ച സ്ഥാപനത്തിൽ തന്നെ. അല്ല, അത് മാത്രമല്ല, നമ്മുടെ പെരിന്തൽമണ്ണ എന്ന് പറയുമ്പോൾ ഒരു ആശുപത്രികളുടെ നാടായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. തിരുവനന്തപുരത്തുള്ള ഒരാള് എനിക്ക് തോന്നുന്നു ഓഡിയോളജി സെഷനുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാം. തീർച്ചയായും. ആദ്യമായിട്ട് ഈ ഓഡിയോളജി എന്ന് പറയുമ്പോൾ ശ്രോതാക്കൾക്ക് ഒരു പരിചയപ്പെടുത്തുന്ന ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളിലെ അല്ലെങ്കിൽ മുതിർന്നവരിലെ ആരിലെയും ഈ കേൾവി സംസാര വൈകല്യങ്ങൾ, വിക്ക് അല്ലെങ്കിൽ ചില അക്ഷര സ്ഫുടതകൾ വരാതിരിക്കുക, ചിലത് കേൾക്കാൻ പറ്റാതിരിക്കുക, സംസാരിക്കുന്നിടത്തുള്ള പ്രശ്നങ്ങൾ. ഓഡിയോളജി കേൾവിയുമായി മാത്രം ബന്ധപ്പെട്ടതാണ്. അടുത്ത സെഷൻ സ്പീച്ച് തെറാപ്പി, അതാണ് ശരിക്കും സംസാരവുമായി ബന്ധപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് നമുക്ക് രണ്ടും നമുക്ക് ചോദിക്കാം അല്ലേ? ആദ്യം ഓഡിയോളജിയുമായി ബന്ധപ്പെട്ടുള്ള സംഗതിക്ക് പോകാം. ഇപ്പോൾ നമ്മളൊക്കെ അധ്യാപകരാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ ക്ലാസ്സിലൊക്കെ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്കിത് ഉപകാരപ്പെടും, ഇൻഷാ അല്ലാഹ് ശ്രോതാക്കൾക്ക് ഉപകാരപ്പെടും. കുട്ടികളുടെ കേൾവി പരിശോധനയുടെ പ്രാധാന്യം എന്താണ്? ഇപ്പോൾ കുട്ടികളുടെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ജനിച്ച ഒരു 24 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളുടെ കേൾവി പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ നമുക്കുണ്ട്, നിലവിലുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് OAE എന്നാണ് ആ ഒരു ടെസ്റ്റിന് നമ്മൾ പറയുക, ഓട്ടോ അക്കോസ്റ്റിക് എമിഷൻ. അത് ഒരു ഓട്ടോമാറ്റിക് ടെസ്റ്റാണ്, ഒരു സ്ക്രീനിങ് ടെസ്റ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും അത് കർശനമായിട്ട് എല്ലാ ഹോസ്പിറ്റലുകൾക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് ഹോസ്പിറ്റലിൽ ജനിച്ചു കഴിഞ്ഞാൽ അത് ഡിസ്ചാർജിന് മുന്നേ ആ കുട്ടിക്ക് കേൾവി പരിശോധന നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ജനിച്ചു കഴിഞ്ഞ് ഒരു 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. 24 മണിക്കൂർ സമയം പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് ജനിക്കുന്ന സമയത്ത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ ചെവിയിൽ ഇരിക്കുന്ന കൊണ്ട് ഈ ടെസ്റ്റ് ചെയ്താൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഒരു 24 hours കഴിഞ്ഞാൽ അവരുടെ ചെവി നന്നായിട്ട് ഡ്രൈ ആയി വരും. ആ സമയത്ത് നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് അവർക്ക് കേൾവിക്കുറവ് ഉണ്ടോ അല്ലെങ്കിൽ അവരുടെ കേൾവിയുടെ ചെവിയുടെ ഉള്ളിലെ ഭാഗങ്ങളെല്ലാം നോർമലാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ചെവിയിലെ ഹെയർ സെൽസ് വരുന്നുണ്ട്. ആ ഹെയർ സെൽസിൻ്റെ ഫങ്ഷനിങ് ആണ് ഈ ഒരു ടെസ്റ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനിങ് ആണോ അതല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ തകരാറോ ഉണ്ടോ എന്ന് നമുക്ക് ഈ ഒരു ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പാസ് ഓർ റെഫർ എന്നാണ് ഇതിൻ്റെ നമുക്ക് റിസൾട്ട് കിട്ടുക. പാസ് ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഹെയർ സെൽസ് അഥവാ അവരുടെ ചെവിയുടെ ഇൻറ്റേർണൽ സ്ട്രെച്ചസ് എല്ലാം നോർമലാണ്, അവർക്ക് കേൾവിക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അതല്ല റെഫർ ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ ചെവിയുടെ ഉള്ളിൽ ഒന്നീ ഹെയർ സെൽസ് നോർമലായിട്ട് ഫങ്ഷനിങ് ചെയ്യുന്നില്ല, അതല്ല എന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ എന്തെങ്കിലും നീർക്കെട്ടോ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും പ്രസൻസ് നമുക്ക് അവിടെ അറിയാൻ പറ്റും. അപ്പോൾ വൺസ് നമുക്കത് റെഫറായിട്ട് കിട്ടിയാൽ നമ്മളൊരു 2 വീക്സ് കഴിഞ്ഞിട്ട് ഈ ടെസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഈ OE ടെസ്റ്റ് തന്നെ, സ്ക്രീനിങ് ടെസ്റ്റ് തന്നെ ഒന്നുകൂടി 2 വീക്സ്, ഓട്ടോ അക്യൂസ്റ്റിക് എമിഷൻ റെഫർ ആയാലേ പിന്നെ രണ്ടാമത് റീടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ 2 വീക്സ് സമയം കൊടുക്കുന്ന പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ ചെവിയിൽ ചെപ്പിയോ അതുപോലെ നീർക്കെട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് സെറ്റിൽ ഡൗൺ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം പീരീഡാണ് 2 വീക്സ് പറയുക. 2 വീക്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ടെസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ അവരെ വിളിക്കും. അവർ വന്ന് ടെസ്റ്റ് ചെയ്ത് അത് ആ സമയത്ത് 2 വീക്സ് ആയ സമയത്ത് പാസ്സാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് നോർമലായിട്ട് കൺഫേം ചെയ്യാൻ പറ്റും. പറഞ്ഞപ്പോൾ തോന്നിയതാണ്, അതായത് മുമ്പൊക്കെ ഈ കുട്ടി പ്രസവിക്കും, കുട്ടി ജനിക്കും, പിന്നെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രമാണ് അറിയാൻ കഴിഞ്ഞത്. അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് മുതിർന്ന തലമുറയിൽ നമ്മുടെ വല്യമ്മമാരൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് OP അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോറിൽ നിന്ന് സിസ്റ്റേഴ്സ് വിളിക്കും, കുട്ടിയുണ്ട് OE ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങൾ കുട്ടീനെ ഇറക്കാൻ പറയും. കുറച്ച് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരു കോൾ വരും. അപ്പോൾ അത് പാരൻസ് വില്ലിങ് അല്ല, അവർക്കിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതിലെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത്, ഇപ്പോൾ ഈ വല്യമ്മമാരൊക്കെ പറയുന്നതാണ്, അവരുടെ കാലഘട്ടത്തിൽ ഇതൊന്നും ചെയ്തിട്ടല്ല അവർ വന്നത്. മാത്രമല്ല ഇതിനെക്കുറിച്ചുള്ള തിരിച്ചറിവില്ല. ഒന്ന് വെച്ചാൽ പ്രസവിച്ച കുട്ടിനെ ശുദ്ധ പ്രസവിക്കുന്നു, പിന്നെ ഇപ്പം ഈ കുട്ടീനെ ഇപ്പം തന്നെ എടുത്തു കൊണ്ടുപോയിട്ട് അവിടെ ഇങ്ങനെ വെറുതെ ഒരു അഡ്മിറ്റ് മാറി കിടക്കുന്നത്, ഇത് ഇന്നതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് കൃത്യമായ ബോധ്യമില്ലാത്തതിന്റെ പേരിലാണ്. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്ത് അതിൽ ഈ ടെസ്റ്റ് 2 വീക്സ് കഴിഞ്ഞിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ റെഫറാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിന്റെ ഫർദർ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടുള്ള ഹിയറിംഗ് ടെസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 3 ടെസ്റ്റ്, ഈ OE എന്ന് പറഞ്ഞ 3 ടെസ്റ്റും റെഫറായിട്ട് കിട്ടിയാൽ നമ്മൾ ബെറ ടെസ്റ്റ്, അതായത് ABR, ഓഡിറ്ററി ബ്രെയിൻ സെം റെസ്പോൺസ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റാണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് കുഞ്ഞിന് കേൾവിക്കുറവുണ്ടോ, അത് നമ്മുടെ ചെവിയുടെ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ അല്ലെങ്കിൽ കോക്ലിയുടെ ഏത് ഭാഗത്താണ് തകരാറെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതിന് നമുക്കിപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഡെഫായിട്ടുള്ള കുട്ടിയാണ് എന്ന് നമുക്ക് ആ ടെസ്റ്റിൽ തിരിച്ചറിഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് നമ്മുടെ അന്തരിച്ചുപോയ മുൻ മുഖ്യമന്ത്രി കൊണ്ടുവന്നൊരു സ്കീമുണ്ട്. ഓക്കെ, നമുക്ക് ശ്രുതി തരംഗം എന്നുള്ള സ്കീമുണ്ട്. കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ നമുക്ക് തീരെ കേൾക്കാൻ പറ്റാത്ത കുട്ടികൾക്കും കേൾവിയുടെ ലോകത്തേക്ക് അവർക്ക് നമുക്ക് കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞ സർജറിയിലൂടെ ഈ ഒരു ബർത്തിന്റെ ടൈമിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. റെഫർ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫർദർ പ്രൊസീജിയറും മറ്റു ട്രീറ്റ്മെന്റുകളൊക്കെ കാര്യങ്ങൾ ചെയ്താൽ പക്ഷെ പാസ്സായതിനു ശേഷവും ഒരുപക്ഷെ ഈ ഹിയറിംഗ് പ്രോബ്ലംസ് ഒരുപക്ഷെ ഒരു കുട്ടിക്ക് ഉണ്ടായിക്കൂടായികല്ലോ അവരുടെ ജീവിതത്തിന്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ. അങ്ങനെ ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, ഇത് പാസ്സായതിനു ശേഷവും അങ്ങനെ ഒരു കേൾവിക്കുറവ് പിന്നീട് ഉണ്ടായ കുട്ടിയെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക, മനസ്സിലാക്കുക? അങ്ങനെയാണെങ്കിൽ പിന്നീടുള്ള കേൾവിയുടെ പരിശോധന രീതികൾ എങ്ങനെയാണ്? ഓക്കെ, പാസ്സായതിനു ശേഷവും മീൻസ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന OE ടെസ്റ്റ് പാസ്സാണെങ്കിൽ കൂടിയും വളർന്നു വരുന്നതനുസരിച്ച് ചില കുട്ടികൾക്ക് എന്തെങ്കിലും ഇതുപോലെ പാരൻസിന് ഡൗട്ട്ഫുള്ളായിട്ട് തോന്നാം. ചിലപ്പോൾ ഉറങ്ങിക്കിടക്കും, കുറച്ച് സമയത്ത് ഏതെങ്കിലും സൈഡിൽ നിന്ന് സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് ആ സൈഡിലോട്ട് തല തിരിക്കുന്നില്ല, അല്ലെങ്കിൽ ഐബോൾസ് മൂവ്മെൻറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലയിൻസ് ആയിട്ട് പാരൻസ് കുട്ടികളെ കൊണ്ട് ഞങ്ങളുടെ അടുത്ത് വരലുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ടെസ്റ്റ് ഈ മീൻസ് ഒരു 6 months വരെയുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ഈ ടെസ്റ്റ് OE ടെസ്റ്റിനെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അപ്പോഴും ഇത് റെഫറായിട്ട് കിട്ടി, മീൻസ് ആദ്യം ചെയ്തപ്പോൾ പാസ് കിട്ടി, പിന്നെ ചെയ്യുമ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ റെഫറോ കാര്യങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഫർദർ ടെസ്റ്റിലോട്ട് പോവാം. നേരത്തെ പറഞ്ഞ പോലെ ABR കാര്യങ്ങൾ ചെയ്തിട്ട് അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷനോ അതിൻ്റെ ഇടയ്ക്ക് പനിയോ അങ്ങനെ മംസ് പോലുള്ള മുണ്ടിനീര് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ കുട്ടികൾക്ക് കേൾവിക്കുറവ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചാൻസ് വളരെ കൂടുതലാണ്. ഈ അടുത്തായിട്ടുള്ള 1-2 കേസസ് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 11 വയസ്സുള്ള ഒരു മോൾ ഇതുപോലെ വന്നിട്ട് ഒരു സൈഡ് കംപ്ലീറ്റ്ലി കേൾവി നഷ്ടപ്പെട്ടു. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ, നമുക്ക് ഇതുപോലെ ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അത് ഒരു പരിധി വരെയൊക്കെ നമുക്കത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതെ, കാണേണ്ട ഒരു സംഗതിയല്ല. 11 വയസ്സുള്ള ഒരു മോൾ, അതൊരു ആദ്യം കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്തിരുന്നു. ആദ്യം ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ പാരൻസിന് ഡൗട്ട് ഉണ്ടായിരുന്നു, കുട്ടിക്ക് കേൾവിക്കുറവുണ്ടെന്ന് ഡൗട്ടുണ്ട്. പക്ഷേ അത് കുട്ടി ചിലപ്പോൾ അങ്ങനെ പറയുന്നതായിരിക്കാം, ശ്രദ്ധിക്കാതിരിക്കുന്നത് കൊണ്ടായിരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു 2 മാസത്തോളം വൈകിട്ടാണ് അവർ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിനുള്ള ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. മീൻസ് അവർക്ക് ഡൗട്ട് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളടുത്ത് വന്നിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ കംപ്ലീറ്റ്ലി ആ ഒരു സൈഡ് ലെഫ്റ്റ് സൈഡിലെ കേൾവി കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടിരുന്നു കുട്ടികൾ, ആ മോൾക്ക്. തീർച്ചയായും ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒരു അനുഭവം ഓർക്കുന്നത്. ഇന്നലെ മലപ്പുറം BRCയിൽ വെച്ചൊരു ട്രെയിനിങ് പ്രോഗ്രാമിൽ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. പ്രൈമറി
കുട്ടികളുമായി ബന്ധപ്പെട്ടവരുടെ സിലബസ്, അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ട വിഷയങ്ങൾ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്കൂൾ അധികൃതരെ വിളിച്ച ഒരു ട്രെയിനിങ് ആയിരുന്നു. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ആ ട്രെയിനർ പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു. ഈ കേൾവി എന്നുള്ളത് ഒരു പക്ഷേ ഈവൻ സ്പീച്ചിനേക്കാൾ കൂടുതൽ കേൾവിക്ക് വളരെ പ്രാധാന്യമുണ്ട് കുട്ടിയുടെ പിന്നീടുള്ള ഈ വിദ്യാഭ്യാസ രംഗത്തൊക്കെ. തീർച്ചയായും കേട്ടാൽ മാത്രമേ ഒരു കുട്ടിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അത് ആർക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ കേട്ടുകൊണ്ടാണ് കാര്യങ്ങൾ പഠിക്കുന്നത് അല്ലേ? അപ്പം കേൾവിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്. നമ്മുടെ ഈ കേൾവിക്കുറവ് പരിഹരിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ? തീർച്ചയായിട്ടും കേൾവിക്കുറവ് നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കേൾവിക്കുറവ് മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് ഹിയറിംഗ് ലോസ് ആണ്. നമ്മുടെ ഒരു പ്രൊഫഷണലായിട്ട് പറയുകയാണെങ്കിൽ 3 ടൈപ്പ് ഓഫ് ഹിയറിംഗ് ലോസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് സെൻസറി ന്യൂറൽ. സെൻസറി ന്യൂറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കാൻ സഹായിക്കുന്ന നമുക്ക് നെർവ്സ് ഉണ്ട്, ഞരമ്പുകൾ. ആ ഞരമ്പുകൾക്ക് തകരാറ് വന്നത് കൊണ്ട് കാരണം ആയിട്ടുള്ള കേൾവിക്കുറവ്, അത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയും. രണ്ടാമതെന്ന് പറഞ്ഞാൽ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്. കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ടും നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ ചെവിയിൽ ചെപ്പിയിരിക്കുന്നത് കൊണ്ടോ പാടയ്ക്കുള്ള തകരാറ് കൊണ്ടോ അതൊക്കെ മൂലം ഉണ്ടാകുന്ന കേൾക്കുറവാണ് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആയിട്ട്. അതെ, അത് നമുക്ക് ട്രീറ്റബിൾ ആണ്. ഓക്കെ. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ മീൻസ് കമ്പാരിസൺ. ഇപ്പം സെൻസറി കമ്പോണൻ്റ് ഉണ്ടാവും, നെർവ്സിന് ഡാമേജ് വന്നിട്ടുണ്ടാവും, എന്തെങ്കിലും അവിടെ ഒരു ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടാവും. അത് മിക്സ്ഡ് കാറ്റഗറി ഓഫ് ഹിയറിംഗ് ലോസ് എന്ന് പറയും. ഓക്കെ. ഇതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് കാണുന്നത് അത് ഒരു ഏജ് കാറ്റഗറി ഓഫ് പീപ്പിൾസിലാണ്. അതായത് ഒരു 50 ഇയേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കേൾവി കുറഞ്ഞ് തുടങ്ങും. ഒരു 50 വയസ്സിന് മേലോട്ട് ആയിക്കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ കേൾവി നമുക്ക് കുറഞ്ഞു തുടങ്ങും. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, നമുക്ക് മനസ്സിലാക്കത്തക്ക ആ ഒരു തോതിലോട്ട് എത്തില്ല. അത് മെല്ലെ മെല്ലെ ഇങ്ങനെ നമ്മുടെ ആ ഒരു കേൾക്കാൻ സഹായിക്കുന്ന ഞരമ്പുകൾ നെർവ്സിന് ഡാമേജ് ആയി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഹൈ ഫ്രീക്വൻസിയിൽ ഇങ്ങനെ സ്ലോപ്പിംഗ് ആയിട്ട് കാണാൻ പറ്റും. അതെ, പ്രായം കൂടുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ഓർഗൻസ് എല്ലാം അതൊന്ന് വീക്കായി വരുന്ന അനുസരിച്ചിട്ട് നമ്മുടെ കേൾക്കാൻ സഹായിക്കുന്ന ഞരമ്പുകൾക്കും ക്ഷീണം ബാധിച്ച് തുടങ്ങും. ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഏജ് റിലേറ്റഡ് ഹിയറിംഗ് ലോസ്, പ്രെസ്ബൈക്യൂസസ് എന്ന് പറയും, അത് ഹൈ ഫ്രീക്വൻസിയിൽ ഇങ്ങനെ സ്ലോപ്പ് കാണത്തുള്ളൂ. അത് സ്റ്റാർട്ടിങ് സ്റ്റേജിലൊന്നും നമുക്ക് മനസ്സിലാവില്ല മീൻസ് അത് നമ്മുടെ ആ കേൾക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ സ്പീച്ച് ഫ്രീക്വൻസി ആംപ്ലിഫൈ ചെയ്യുന്ന കോക്ലിയുടെ റീജിയൻ നോർമൽ ആയിരിക്കും. ഹൈ ഫ്രീക്വൻസി വലിയ ലൗഡ് സൗണ്ടുകൾ ആംപ്ലിഫൈ ചെയ്യുന്ന റീജിയൻ മാത്രമേ അഫക്റ്റ് ചെയ്യുള്ളൂ ആ ഒരു സമയത്ത്. അപ്പോൾ നമുക്ക് കേൾവിക്കുറവുണ്ടെന്ന് നോട്ടീസബിൾ ആവില്ല. അപ്പോൾ പിന്നെ അത് കുറച്ച് കാര്യം 2 വർഷം 3 വർഷം കഴിയും. ചിലർക്ക് മീൻസ് നന്നായിട്ട് പ്രോഗ്രസ് ചെയ്യും, പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യും. ഈ പറയുകയാണെങ്കിൽ ഷുഗർ പേഷ്യൻസിന്, അതുപോലെ തന്നെ അവർ ഇൻസുലിൻ എടുക്കുന്ന പേഷ്യൻസൊക്കെ ആണെങ്കിൽ ഈ ഒരു ഏജ് റിലേറ്റഡ് ഹിയറിംഗ് ലോസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഗ്രസ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഭയങ്കര ഫാസ്റ്റായിട്ട് അത് കുറഞ്ഞു വരാം. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് എന്തിനെങ്കിലും മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. മെഡിസിൻ കൊണ്ടും ഒരു ഹിയറിംഗ് ലോസ്, ആ ഒരു ടൈപ്പ് ഓഫ് ഹിയറിംഗ് ലോസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നെർവ്സിനെ അഫക്റ്റ് ചെയ്ത ഹിയറിംഗ് ലോസ് ആണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ ഒരു കുറഞ്ഞ കേൾവിനെ ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അത് ഇങ്ങനെ കുറഞ്ഞ ഏജ് ഇല്ല, എത്തൂല. അത് ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ നമുക്കൊരു മോഡറേറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു 35 to 45 55 ഡിഗ്രി ആ ഒരു കാറ്റഗറി ഓഫ് ഹിയറിംഗ് ലോസ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഹിയറിംഗ് എയ്ഡ്സ് നമുക്ക് വെച്ച് കൊടുത്തിട്ട് അവർക്ക് നമുക്ക് കേൾവിക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ നെർവ്സിന് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ മെഡിസിനോ സർജറി ഒന്നും കൊണ്ട് നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല മീൻസ് ഏജ് റിലേറ്റഡ് ഹിയറിംഗ് ലോസ് ആണ്. അതിന് പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് ഹിയറിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പാടയ്ക്കുള്ള പ്രശ്നം, എന്തെങ്കിലും ഇൻഫെക്ഷൻ, നീർക്കെട്ട് അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് ട്രീറ്റബിൾ ആണ്. അതിന് മെഡിസിനും ബാക്കിയുള്ള കാര്യങ്ങൾ, പാടയ്ക്കുള്ള ഹോളൊക്കെ ആണെങ്കിൽ സർജിക്കൽ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതെ, നമുക്ക് വൺസ് നമ്മുടെ നെർവ്സിനെ, നമ്മുടെ ഞരമ്പുകളെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു കാറ്റഗറി, ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് ഹിയറിംഗ് ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഹിയറിംഗ് എയ്ഡ് വെക്കാനുള്ള സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്. അപ്പോൾ അത് പെർമനന്റ് ആയിട്ട് വെക്കേണ്ടി, നമുക്ക് ലൈഫ് ലോങ് അത് വെക്കേണ്ടി വരും. എന്തായാലും ഹിയറിംഗ് എയ്ഡ് കൊണ്ടേ പിന്നെ നമുക്കത് കേൾക്കാൻ പറ്റുള്ളൂ ഒരു കാറ്റഗറി കഴിഞ്ഞാൽ. ഈ ഹിയറിംഗ് എയ്ഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേൾവി സഹായികളെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതെ. ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചില പേഷ്യൻസ് അവർക്ക് ഹിയറിംഗ് ലോസ് ഉണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, മീൻസ് അവർ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഫഷനുമായിട്ട് നിന്നിട്ട് ഇപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ നോക്കുന്ന ആൾക്കാർ അവർ മീൻസ് വരും, നമ്മുടെ അടുത്ത് പേഷ്യൻ്റായിട്ട് വരും. അവർ സ്വമേധയാ വരുന്നതല്ല, ചിലപ്പോൾ വൈഫോ മക്കളോ കൂട്ടിയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റ് വന്നിരിക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ചോദിക്കും എന്താണ് ബുദ്ധിമുട്ട്. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഇവരൊക്കെ പറയുന്നുണ്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു, പക്ഷേ എനിക്ക് നന്നായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയില്ല, നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ റിപ്പീറ്റേഷൻ പറയണം, 2-3 പ്രാവശ്യം പറഞ്ഞാലേ അവർ കേൾക്കുള്ളൂ. പിന്നെ ദൂരത്തുനിന്ന് പറയുമ്പോൾ കേൾക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നു. അപ്പോൾ നമ്മൾ
ടെസ്റ്റ് ചെയ്യും. അതിന് PTA പ്യൂർ ടോൺ ഓഡിയോമെട്രി അല്ലെങ്കിൽ പ്യൂർ ടോൺ ആവറേജ് ആണ് നമുക്ക് നോർമലി അഡൽട്സിന് ചെയ്യുന്ന ഹിയറിംഗ് ടെസ്റ്റ്. നേരത്തെ കുഞ്ഞുങ്ങൾക്ക് ഇൻഫൻസിന് പറഞ്ഞ OAE എന്ന് പറഞ്ഞതുപോലെ PTA, ഓക്കെ, പ്യൂർ ടോൺ ആവറേജ് അതല്ലെങ്കിൽ പ്യൂർ ടോൺ ഓഡിയോമെട്രി. അപ്പോൾ അത് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അത് ഓരോ ഫ്രീക്വൻസി വൈസ് നമ്മൾ ടെസ്റ്റ് ചെയ്യൽ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ എന്നിട്ട് നമ്മളിങ്ങനെ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നെർവ്സിനെ അഫക്റ്റ് ചെയ്ത ഹിയറിംഗ്, ഞരമ്പുകളെ അഫക്റ്റ് ചെയ്ത ഹിയറിംഗ് ലോസ് ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് ഹിയറിംഗ് എയ്ഡാണ് ഒരു ഓപ്ഷനുള്ളത്. ഹിയറിംഗ് എയ്ഡ് അപ്പോൾ ഈ ഇതുപോലെ സ്വന്തമായിട്ട് മീൻസ് കേൾവി കുറവുണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഒരിക്കലും ഹിയറിംഗ് എയ്ഡ് വെക്കാൻ ഒരിക്കലും വില്ലിങ് ആവില്ല. അപ്പോൾ അവരെ നമ്മൾ കൗൺസിലിങ്ങിലൂടെ ആ ഒരു കാര്യം പറഞ്ഞ് ബോധിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഹിയറിംഗ് എയ്ഡ് നമുക്ക് പല ടൈപ്പ് ഓഫ് ഹിയറിംഗ് എയ്ഡ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പം അവർക്ക് പുറത്ത് വെക്കാൻ മടിയാണ്, ഇപ്പം ബാക്കിയുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും, അതെ, കോംപ്ലക്സ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരാണ് ഇത് വെക്കാൻ ഒന്ന് പിന്നോട്ട് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് നമുക്ക് ചെവിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ്ലി നമ്മുടെ ഇയർ കനാലിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്. അപ്പം CIC കംപ്ലീറ്റ്ലി ഇൻ ദ കനാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്. അതെ, നമുക്ക് കംപ്ലീറ്റ്ലി ചെവിയുടെ ഉള്ളിൽ ആ ഒരു ഇയർ കനാലിൽ നമുക്ക് പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റും. പുറത്ത് വെക്കുന്നതിനേക്കാൾ കോസ്റ്റ്ലി ആയിരിക്കും. കോസ്റ്റ്ലി നമുക്ക് പുറത്ത് വെക്കുന്നതും കോസ്റ്റ്ലിയാണ്. ചെവിയുടെ ഉള്ളിൽ പല ടൈപ്പ് മീൻസ് പല റേഞ്ചിലുള്ള ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇപ്പം ചില ആൾക്കാർ ചോദിക്കുന്നത് ഇത് വെച്ചാൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവോ, നമുക്ക് തലവേദന ഉണ്ടാവോ, അതുപോലെ തന്നെ ഉള്ള കേൾവി കുറഞ്ഞു പോവോ, അങ്ങനെയുള്ള ഡൗട്ടുകളാണ് മിക്കുള്ളവരും ചോദിക്കുന്നത്. ഹിയറിംഗ് എയ്ഡ് വെക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു പ്രശ്നങ്ങളോ ഒരു സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളോ ഹിയറിംഗ് എയ്ഡ് വെക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാവില്ല. തലവേദനയോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഹിയറിംഗ് എയ്ഡ് വെച്ചത് കൊണ്ട് ഒരിക്കലും കേൾവി കുറയുമില്ല. ഹിയറിംഗ് എയ്ഡ് നമുക്ക് നന്നായിട്ട് കേൾക്കാൻ സഹായിക്കുന്ന ആംപ്ലിഫിക്കേഷൻ ഡിവൈസസ് ആണ്. അത് നമ്മുടെ ബോഡീനെ ഒരിക്കലും ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ കേൾവി, അപ്പോൾ ഹിയറിംഗ് എയ്ഡ് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ കേൾവി പരിശോധിച്ചിട്ട് അത് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കിയിട്ട് നമുക്ക് പല ടൈപ്പും പല വേരിയൻറ്റിലും ഹിയറിംഗ് എയ്ഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അവരുടെ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേബിൾ നോക്കണം. ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ട് അവർക്ക് ഏത് ടൈപ്പ് വേണം. ഇപ്പോൾ ചെവിൻ്റെ ഉള്ളിൽ വെക്കുന്ന, ചെവിയുടെ പുറത്ത് വെക്കുന്നതാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു 8,000 മുതൽ, ഏറ്റവും ബേസിക് 8,000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 5 lakhs വരെ ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്. അവരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി അനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവരുടെ കേൾവി കുറവിനനുസരിച്ചിട്ട് നമ്മൾ ഹിയറിംഗ് എയ്ഡ് അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കും. അത് നമുക്ക് ബാറ്ററി യൂസ് ചെയ്യുന്ന ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹിയറിംഗ് എയ്ഡ്സ് നമുക്ക് അവൈലബിൾ. ഹിയറിംഗ് എയ്ഡ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് ആളുകൾക്കിടയിൽ ഒരു പ്രയാസം ഉണ്ടാവേണ്ടതില്ലാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ, കാരണം ഈ ബ്ലൂടൂത്ത് ഡിവൈസ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇപ്പൊ ഇത് ഉപയോഗിക്കാത്ത ഒരാളും അതൊരു അതൊരു എക്സിക്യൂട്ടീവ് ലുക്കായി മാറിയിട്ടുണ്ട് നമുക്കിടയിൽ. അപ്പൊ ഇതാണെന്ന് കരുതിക്കോളൂ. റീസെന്റ് നമ്മുടെ ആപ്പിൾ പ്രോഡക്റ്റ് നമുക്ക് ഇയർപോഡിൽ തന്നെ ഹിയറിംഗ് എയ്ഡ് ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ഹിയറിംഗ്, അതെ, റീസെന്റ് ആപ്പിൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ ഇയർപോഡ് തന്നെയാണ്, ഹിയറിംഗ് എയ്ഡ് അല്ല, ഇയർപോഡിൽ തന്നെ ഹിയറിംഗ് എയ്ഡിന്റെ ഫെസിലിറ്റീസ്. അതെ, അങ്ങനത്തെ നമുക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ ഇതുവരെ സംസാരിച്ചത് ഓഡിയോളജിയുമായി ബന്ധപ്പെട്ട്, പിന്നെ സ്പീച്ച് തെറാപ്പിയിലേക്ക് പോകാൻ തോന്നുന്നു. അതെ അതെ, അതായത് പടച്ചറബ് തന്ന 2 അനുഗ്രഹങ്ങൾ ശരിക്കും ഈ കേൾവി ശക്തിയും സംസാര ശക്തിയും എന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ സ്പീച്ച് തെറാപ്പിയുമായി ബന്ധപ്പെട്ട് ഈ സംസാര വൈകല്യങ്ങൾക്കുള്ള ചികിത്സാ രീതിയും അതുപോലെ എന്തൊക്കെയാണ് പ്രധാനമായും സ്പീച്ച് തെറാപ്പിയിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും. ഈ സംസാര വൈകല്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മീൻസ് പീഡിയാട്രി കുട്ടികളിലും വരാം, അഡൽട്സിലും മെയിനായിട്ട് നമുക്ക് സ്ട്രോക്ക് സംബന്ധമായ കേസസ്, അതുപോലെ തന്നെ ആക്സിഡൻറ്റ് റിലേറ്റഡ് കേസസ് ആണ് നമുക്ക് അഡൽട്സിൽ മെയിനായിട്ട് കാണുന്നത്. പീഡിയാട്രിക് കേസാണ് നമുക്ക് മീൻസ് മെജോറിറ്റി കേസസും സ്പീച്ചിൽ വരുന്ന പീഡിയാട്രിക് കേസസ് ആയിരിക്കും. അപ്പോൾ അതിൽ സംസാര വൈകല്യം എന്ന് പറയുമ്പോൾ വിക്ക് കൊണ്ട് ബുദ്ധിമുട്ടുന്ന മക്കളുണ്ടാവാം. അതുപോലെ തന്നെ നമുക്ക് ഒരു അക്ഷരസ്ഫുടത ഇല്ലാത്ത, ഓക്കെ, സംസാരിക്കുന്ന ഇപ്പോൾ റാ കറക്റ്റായിട്ട് ഉച്ചരിക്കാൻ പറ്റാത്ത, ലാ കറക്റ്റായിട്ട് ഉച്ചരിക്കാൻ പറ്റാത്ത മക്കൾ, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ ഒത്തിരി ടൈപ്പ് ഓഫ് നമുക്ക് സ്പീച്ച് കേസസ് നമുക്ക് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ സംസാര വൈകല്യങ്ങൾ വിക്കിനെ നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇപ്പോൾ ഒരു 2 വയസ്സ് 3 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സൊക്കെ ആവുന്ന ഒരു പ്രായത്തിൽ കുട്ടി നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ചില കേസസ് അങ്ങനെ വരലുണ്ട്. പെട്ടെന്ന് കുട്ടി ഇപ്പോൾ 2 ദിവസമായിട്ട് അവൾ സംസാരിക്കാൻ കുറച്ച് ബാക്കിലോട്ടാണ്, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ റിപ്പീറ്റേഷൻ അല്ല ഞാൻ അവിടെ പോയിരുന്നു, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പാരൻസ് നമ്മുടെ മക്കളെ കൊണ്ടുവരലുണ്ട്.
അപ്പോൾ അവരോട് നമുക്ക് പ്രത്യേകിച്ച് പറയാം, അത് കൺസേൺ ആണ്. ഇപ്പം നമ്മുടെ മക്കളാണെങ്കിൽ നോർമലി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് 2 ദിവസമായിട്ട് ഒരു ബുദ്ധിമുട്ട് കാണിക്കുമ്പോൾ നമുക്ക് തന്നെ പേടിയാവും. അപ്പോൾ അവർ കൊണ്ടുവരും. അപ്പോൾ അവരോട് അത് എന്തെന്ന് വെച്ചാൽ അത് ഡെവലപ്മെൻ്റൽ സ്റ്റട്ടറിങ് ആണ്. ഇതുവരെയും നോർമലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു, പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ ചിലപ്പോൾ അവർ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് കണ്ട് പേടിച്ചതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും അവർ കണ്ട ഒരു ക്യാരക്ടറിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതായിരിക്കാം, കാർട്ടൂണിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അത് നമ്മൾ അതെ, അത് അസുഖമല്ല, അത് ഒരിക്കലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 6 വയസ്സ് വരെ ഇതുപോലുള്ള വിക്കലോ അതുപോലെ തന്നെ റിപ്പീറ്റേഷനോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും പേടിക്കേണ്ടതില്ല. അതിനെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് NNF എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ്, നോർമൽ നോൺ ഫ്ലുവൻസി. നോർമലാണ് ബട്ട് ദർ ഈസ് എ നോൺ ഫ്ലുവൻസി. അവർ നോർമലാണ് പക്ഷേ അവിടെ ഒരു നോൺ ഫ്ലുവൻസി ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ കൺസേൺ ആവേണ്ട ആവശ്യമേ ഇല്ല. 6 വയസ്സ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. 6 വയസ്സിന് ശേഷവും ഈ ഒരു കാര്യം അവർ റിപ്പീറ്റ് ചെയ്യുകയാണ്, ഈ ഒരു ബുദ്ധിമുട്ട് അവരിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ സ്പീച്ച് അസസ്മെൻറ്റോ അവർക്ക് തെറപ്പി ആവശ്യമുണ്ടെങ്കിൽ തെറപ്പി കൊടുത്താൽ മതി. 6 വയസ്സ് വരെ നമ്മൾ അതിനെ കൺസേൺ ആവോ, അവരെ തിരുത്തി കൊടുക്കുകയോ ഒന്നും ചെയ്യണ്ട. അവർ നോർമലി സംസാരിച്ചോട്ടെ, വിൽക്കുകയാണെങ്കിൽ വിൽക്കോട്ടെ, കുഴപ്പമില്ല. അത് നമ്മൾ ഓവറായിട്ട് കറക്റ്റ് ചെയ്താൽ അവരുടെ മനസ്സിൽ ആ ഒരു പേടി വീണ്ടും വരും, ഞാൻ സംസാരിക്കുന്നത് തെറ്റാണ്, അപ്പോൾ അവർ സംസാരിക്കാൻ പുറകിലോട്ടായി പോകും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ മീൻസ് ഓവറായിട്ട് കൺസേൺ ആയിട്ട് ശ്രമിക്കേണ്ടതില്ല. പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു. ഒരു കുട്ടി പിന്നെ താത്താന്ന് പറയും, കാന്ന് പറയൂല, താന്നേ പറയുള്ളൂ. അപ്പൊ കാക്കാനെയും വിളിക്കുമ്പോ കാ എന്നുള്ള അക്ഷരം പറയില്ല, അപ്പൊ താത്താന്നെ വിളിക്കുക. പക്ഷെ ഈ പറഞ്ഞ 6 വയസ്സ് വരെ വെയിറ്റ് ചെയ്യുന്ന സംഭവം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് സ്വമേധയാ പിന്നീട് എന്ത് ചെയ്തു, 4 വയസ്സായി കഴിഞ്ഞപ്പോൾ കറക്റ്റ് ആയി എന്നുള്ളത്. ചില കുട്ടികൾക്ക് ചില അക്ഷരങ്ങൾ അതുപോലെ അക്ഷരങ്ങൾ ഡെവലപ്പായി വരാൻ കുറച്ച് ടൈം എടുക്കും. ചില കുട്ടികൾക്ക് ഓരോ കുട്ടികളും വ്യത്യാസമാണല്ലോ. നമ്മൾ ഏകദേശം എത്ര ടൈപ്പ്, ചില കുട്ടികൾ അക്ഷരങ്ങളിൽ ക്ലിയർ ആയി വരാൻ താമസം ഉണ്ടാവില്ല. അപ്പോൾ ഏത് ഒരു പ്രായമാണ് നമ്മൾ കണക്കാക്കുന്നത്? 4-5 വയസ്സ് വരെ, ഒരു 5-6 വയസ്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ അതുപോലുള്ള അക്ഷരങ്ങൾ, അതുപോലെ രണ്ട് ലെറ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ വരുമല്ലോ, അതൊക്കെ ഡെവലപ്പായി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള ഇപ്പോഴത്തെ പാരൻസ് എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ആണ്. ഇപ്പം മീൻസ് അവരുടെ എൻ്റെ ജ്യേഷ്ഠൻ്റെ മോൻ ഈ പ്രായത്തിൽ നന്നായിട്ട് സംസാരിച്ചിരുന്നു, നല്ല ആക്റ്റീവ് ആയിരുന്നു, നല്ല ക്ലിയർ ഉണ്ട്, അതെ, നല്ല കമ്പാരിസൺ ആണ് മെയിനായിട്ടുള്ള ഒരു വിഷയം ഈ കുട്ടികളുടെ ഇടയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം മാത്രം മനസ്സിൽ വെച്ചിരുന്നാൽ മതി. വേരിയേഷൻ ഉണ്ടാവും. അതെ, ഓരോ കുട്ടികളും മീൻസ് ഡിഫറെന്റ് ആണല്ലോ. എല്ലാറ്റിലും അങ്ങനെയാണല്ലോ. ഇപ്പൊ നടക്കാൻ ചില കുട്ടികൾ പെട്ടെന്ന് നടക്കും, ചില കുട്ടികൾക്ക് പെട്ടെന്ന് പല്ല് വരും, ചില വളരെ സാവധാനേ വരുള്ളൂ. അതെ, അതുപോലെ തന്നെയാണ്. ശരിക്കും ഇവിടെ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ മറ്റു കുട്ടികളായിട്ട് കമ്പാരിസൺ ചെയ്യാതെ നമ്മുടെ മക്കളുടെ കഴിവുകളെ നമ്മൾ മാക്സിമം പ്രോത്സാഹിപ്പിച്ച് അവരുടെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ വിക്ക് എന്നുള്ളത് സമൂഹം മാറ്റി നിർത്തേണ്ട ആളുകൾ, വിക്കുള്ള ആളുകളെ സമൂഹം മാറ്റി നിർത്തരുത് എന്നുള്ളത് അതിൻ്റെ ഒരു മോറൽ സൈഡാണ്. പക്ഷെ എന്നിരുന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം ആ വിക്കുള്ള കുട്ടികളാണെങ്കിലും പിന്നെ അങ്ങനെ മുതിർന്നു വരികയാണെങ്കിലും നമുക്കത് പരിഹരിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ ഘടകം തന്നെയാണ്. തീർച്ചയായും, അതാണ് ഞാൻ പറഞ്ഞ ഒരു 6 വയസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തായാലും അവരെ കാണിച്ചിരിക്കണം. 6 വയസ്സായിട്ടും ആ ഒരു വിക്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ എന്തായാലും കാണിച്ചിരിക്കണം. 6 വയസ്സ് നമുക്ക് ആ ഒരു ടൈമിൽ തെറപ്പി സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് അത് നോർമലാക്കി ഒരു ടൈം പീരീഡ് എത്തുന്നത് വരെ നമുക്ക് നോർമലാക്കി നമുക്ക് ട്രീറ്റബിൾ ആണ്. ഓക്കെ, നമുക്ക് ട്രീറ്റബിൾ. വൺസ് ഈ റീസെൻ്റ്ലി എൻ്റെ അടുത്തൊരു ചെക്കൻ വന്നിരുന്നു, 23 വയസ്സായി. ഓക്കെ, 23. അവനീ പറഞ്ഞതുപോലെ അവന് ചെറുപ്പം തൊട്ടേ വിക്ക് ഉണ്ട്. 23 വയസ്സായി, അവൻ പ്രൊഫഷൻ കഴിഞ്ഞു, ഒരു ഗ്രാഫിക് ഡിസൈനിങ് കഴിഞ്ഞു. എന്നിട്ട് അവൻ്റെ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവന് ക്ലയൻസിനെ മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവരോട് സംസാരിക്കുമ്പോൾ അവൻ്റെ ആ പ്രൊഫഷനെ പറ്റിയും അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന വർക്കിനെ പറ്റിയും കറക്റ്റായിട്ട് അവന് ക്ലയൻറ്റിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ആ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കാണ് അവൻ നമ്മളടുത്ത് വരുന്നത്, എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഏജായി, അവൻ്റെ ലാംഗ്വേജ് ഡെവലപ്പായി, സ്പീച്ച് ഡെവലപ്പായി, അവൻ നോർമലി ഒരു സമൂഹത്തിൽ ഒരു മീൻസ് ഇൻഡിവിജ്വൽ ആയിട്ട് ജീവിക്കുകയാണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട്, അഡൾട്ടായിട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ അടുത്ത് വന്നാലും നമുക്കത് കറക്റ്റ് ചെയ്യാനൊരു പരിധിയുണ്ട്. ഓക്കെ, മറ്റേ നമ്മളൊരു 6 വയസ്സെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുട്ടിയുടെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഡെവലപ്പായി വരുന്ന ഒരു സമയമാണ്, ബ്രെയിനൊക്കെ ഡെവലപ്പായി വരുന്ന ഒരു സമയമാണ്. ആ ഒരു 7 വയസ്സ് വരെയൊക്കെ ബ്രെയിൻ്റെ നമുക്ക് ഡെവലപ്മെൻറ്റ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് തെറപ്പിയിലൂടെ ടെക്നിക്സിലൂടെ നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതെ, നമുക്കത് പരിഹരിക്കാൻ പറ്റും. ആ ഒരു ഏജ് ഒരു മീൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഒരു 20-22 വയസ്സ് അത്രയും മീൻസ് അത്രയൊക്കെ കൂടി പോയി കഴിഞ്ഞാൽ നമുക്കത് പരിഹരിക്കുന്ന ഒരു ലിമിറ്റുണ്ട്. ഇപ്പോൾ ആ വന്ന മോനോടും ആ ചിക്കനോടും നമ്മൾ അത് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഏജ് ഒരു മെയിനായിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ അത് നമുക്ക് എത്രത്തോളം
മാറ്റി വരും എന്നുള്ളത് നോക്കുക എന്നുള്ളത്. ഇൻഷാ അല്ലാ. പിന്നെ ഈ പൊതുവെ ഈ കുട്ടികളിലാണ് ഈ വിഷയം കാണുന്നതെങ്കിലും കുറച്ച് പ്രായം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് ഒക്കെ വന്നാൽ നമ്മൾ കണ്ടിട്ടുണ്ട് ചില ആളുകൾക്ക് സംസാരം നഷ്ടപ്പെടും, ഒരു ശരീരഭാഗം തളരും, ആ കൂട്ടത്തിൽ സംസാരം പോകുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ ഇപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം സ്ട്രോക്ക് വന്ന പേഷ്യൻസിൻ്റെ സംസാര പ്രശ്നങ്ങൾ? സ്ട്രോക്ക് വരുന്ന പേഷ്യൻസിന് സ്പീച്ചും ലാംഗ്വേജും അഫക്റ്റ് ആവാം. ഓക്കെ, ലാംഗ്വേജ് അഫക്റ്റ് ആവുന്ന കാറ്റഗറി നമ്മൾ അഫേസിക് എന്ന് പറയും. ഓക്കെ, അഫേസിയ പേഷ്യൻസ് എന്ന് പറയും. സ്പീച്ച് അഫക്റ്റ് ആവുന്ന പേഷ്യൻസിന് നമ്മൾ ഡിസാർത്തിക് പേഷ്യൻസ് എന്ന് പറയും. അഫേസിയ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ലാംഗ്വേജ് കംപ്ലീറ്റ്ലി ലോസ് ആയി പോകും. അത് ബ്രെയിനിൻ്റെ ഏത് ഏരിയ ആണ് അഫക്റ്റ് ആയിട്ടുള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു അഫേസിക്കിൻ്റെ ആ ഒരു സിവിയാരിറ്റി എത്രത്തോളമാണെന്ന് നമുക്ക് പറയാൻ പറ്റുക. അഫേസിക് തന്നെ പല ടൈപ്പ് ഉണ്ട്. ഇപ്പം അനോമിക് അഫേസിക്. അനോമിക് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ പേര് പോലും ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ സുഹൃത്ത് വലയത്തിലോ അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കത്തോ നമ്മുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലുമൊക്കെ മീൻസ് സ്ട്രോക്ക് വന്നിട്ട് സ്വന്തം പേര് പോലും മറന്നു പോകുന്ന ഒരു അവസ്ഥയിലോട്ട് ആയിപ്പോകും. അതെ, പേര് മറന്നു പോകും, അവരുടെ വീട്, അവരുടെ ഭാര്യ, മക്കള് എല്ലാവരെയും അവർ മറക്കും, ആരെയും ഓർമ്മ ഉണ്ടാകും. അൾഷിമേഴ്സ് അല്ല, അത് വേറെ കാറ്റഗറി. ഇത് അഫേസിക്. അഫേസിക് എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജ് ഡിസോർഡർ ആണ്. ഓക്കെ, അപ്പോൾ അവർ കംപ്ലീറ്റ്ലി അവരുടെ പേര്, അവരുടെ വീട്, അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലി, മക്കള്, ഭാര്യ എല്ലാം മറന്നു പോകും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു സ്ട്രോക്ക് വന്ന പേഷ്യൻസിന് നമുക്ക് അവർ ആ സ്ട്രോക്കിൽ നിന്നും ആ ഒരു സ്ട്രോക്കിൻ്റെ ബ്രെയിനിൻ്റെ ആ ഒരു മീൻസ് ബുദ്ധിമുട്ടിൽ നിന്നും ഒന്ന് റിക്കവറായി വന്നാൽ സൂൺ ആഫ്റ്റർ ആ ബ്രെയിനിൻ്റെ ഒരു റിക്കവറി സ്റ്റേജിൽ തന്നെ നമ്മൾ അവർക്ക് സ്പീച്ച് തെറപ്പി സ്റ്റാർട്ട് ചെയ്യണം. ചില ആൾക്കാർ ബ്രെയിൻ മീൻസ് അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് ഒന്ന് മാറി പേഷ്യൻ്റ് ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ പോവുക എന്നുള്ളതാണ് അവർ നിർത്തും. അതെ, അപ്പോൾ നമ്മൾ സ്ട്രോക്കിൻ്റെ മീൻസ് ആ ഒരു മാറി വരുന്ന ആ ഒരു സ്റ്റേജിൽ തന്നെ സ്പീച്ച് തെറപ്പി സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് ഇതിനും ഇമ്പ്രൂവ്മെൻ്റ് ആക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിക്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഏജ് മീൻസ് കുറേ ടൈം കഴിഞ്ഞിപ്പോൾ സ്ട്രോക്ക് വന്ന് 2-3 മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ സംസാരത്തിൻ്റെ കാര്യം കൺസേൺ ആയിട്ട് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിക്കവറി ഭയങ്കര സ്ലോ ആയിരിക്കും, നെഗറ്റീവ് എഫക്റ്റ് ആയിട്ടുണ്ടാവും. അതെ, അപ്പോൾ അവർ പിന്നെ ആ ഒരു സ്റ്റേജിൽ അവർ അതുമായിട്ടൊന്ന് അഡാപ്റ്റ് ആയി പോകും. അവർക്കും പിന്നെയും ചെയ്യാണ്ടുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. ഫീഡ്ബാക്കിൽ ഇത് ശ്രോതാക്കൾ കേൾക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ സെഷൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സെഷനാണ്. അപ്പോൾ ബഷീർ CP പകരപ്പള്ളി, ബ്ലൂടൂത്ത് ചെവിയിൽ വെക്കുന്നത് കേൾവി ശക്തിയെ ബാധിക്കുമോ അല്ലെങ്കിൽ ചെവി വേദന എടുക്കുമോ എന്നൊരു ചോദ്യമാണ് ബ്ലൂടൂത്തുമായി ബന്ധപ്പെട്ട്. ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഇപ്പം യൂഷ്വലി എല്ലാവരും ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഏജിൽ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നേ ഈ ഹിയറിംഗ് ഇമ്പയർമെന്റിനുള്ള ഉപകരണം വെക്കുന്നത് കുഴപ്പമില്ല എന്ന് സാർ പറഞ്ഞു. അപ്പോൾ ബ്ലൂടൂത്തും ഇയർഫോണും ഹെഡ്ഫോണൊക്കെ വെക്കണുണ്ടല്ലോ, അത് കുഴപ്പമുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടിയാണത്. നമ്മൾ ഹിയറിംഗ് എയ്ഡിനെയും ബ്ലൂടൂത്തിനെയും കമ്പയർ ചെയ്യാം, മീൻസ് രണ്ടും സെയിം ഇതല്ല, അതിനെ കമ്പയർ ചെയ്യേ വേണ്ട. നമ്മൾ ഹിയറിംഗ് എയ്ഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കേൾവി ടെസ്റ്റ് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞല്ലോ കേൾവി ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളത് സെലക്ട് ചെയ്യുക. ഏത് ഹിയറിംഗ് എയ്ഡ് വെച്ചാലാണ് ആ പേഷ്യൻറ്റിന് നന്നായിട്ട് കേൾക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഹിയറിംഗ് ടെസ്റ്റിന് ശേഷമാണ്. അപ്പോൾ ആ ഹിയറിംഗ് ടെസ്റ്റ് അതിൻ്റെ റിപ്പോർട്ട് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് പ്രോഗ്രാം ചെയ്തിട്ടാണ് ഹിയറിംഗ് എയ്ഡ് ഓരോ പേഷ്യന്റിനും ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അല്ലാണ്ട് ഇപ്പോൾ പിന്നെ ഹിയറിംഗ് എയ്ഡ് വാങ്ങുന്നതിലുള്ള വേറൊരു പോരായ്മ നമ്മൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ആരെങ്കിലും ഗൾഫിലുണ്ടെങ്കിൽ അവരെ വിളിച്ച് പറയും, ഇപ്പം പ്രായമായി ഉപ്പമാർ വന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് അവർ റിപ്പോർട്ട് വാങ്ങിപ്പോകും. നമ്മൾ കൗൺസിൽ ചെയ്യും, ഹിയറിംഗ് എയ്ഡ് വെച്ചാൽ കേൾക്കുന്ന കൗൺസിൽ ചെയ്യും. അപ്പോൾ അവർ വന്നിട്ട് റിപ്പോർട്ട് വാങ്ങിപ്പോയിട്ട് മക്കളെ വിളിച്ച് പറയും, മോനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അൽഷിമി ഇങ്ങനെ പറഞ്ഞു, ഹിയറിംഗ് എയ്ഡ് വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വരുമ്പോഴോ അല്ലെങ്കിൽ ആരുടെങ്കിലും ഹിയറിംഗ് എയ്ഡ് അവിടെ നിന്ന് കൊടുത്തു ഓർഡർ ചെയ്ത്. അപ്പോൾ നമ്മൾ ഈ ഫോണൊക്കെ വാങ്ങി യൂസ് ചെയ്യുന്നത് പോലെ ഒരിക്കലും വാങ്ങി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് അല്ല ഹിയറിംഗ് എയ്ഡ്സ്. വാങ്ങിയിട്ട് അവർക്ക് യൂസ് ചെയ്യാം, അവിടെ നിന്ന് വാങ്ങിയാൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബാറ്ററി ഇട്ടാൽ അതിൽ ആംപ്ലിഫിക്കേഷൻ കേൾക്കാം. പക്ഷേ അവർക്ക് നമ്മൾ നോർമലി സംസാരിക്കുന്ന സ്പീച്ച് സൗണ്ട് ആയിരിക്കില്ല ആംപ്ലിഫിക്കേഷനിലൂടെ കേൾക്കാൻ പറ്റും. അവരുടെ പരിശോധിച്ചാൽ കറക്റ്റ് ടെസ്റ്റ് ചെയ്ത അളവനുസരിച്ചുള്ള സംഭവമായിരിക്കില്ല ആ ടൂൾ ഉണ്ടാവും. അതെ, പ്രോഗ്രാം ഓരോ ഈച്ച് ഫ്രീക്വൻസി ബേസ് പ്രോഗ്രാം ചെയ്താൽ മാത്രമേ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്പീച്ച് സൗണ്ട് കേൾക്കുള്ളൂ. അല്ലെങ്കിൽ മൊത്തത്തിലുള്ള സൗണ്ട്, ഇപ്പൊ എൻവയോൺമെന്റൽ സൗണ്ടും എല്ലാം ഒന്നിച്ച് ആംപ്ലിഫൈ ചെയ്തിട്ടായിരിക്കും അവർ കേൾക്കുക. അങ്ങനെ കേൾക്കുന്നത് കൊണ്ടും നമുക്ക് കേൾവിക്കുറവ് വരാം. മീൻസ് നമ്മൾ ഒരു പരിധിയിൽ കൂടുതലുള്ള സൗണ്ട് ഡയറക്റ്റ് ആയിട്ട് ചെവിയിൽ കേട്ടാലും നമുക്ക് ഫ്രീക്വൻസി NIH നോയിസ്ഡ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് ഹിയറിംഗ് ലോസ് നമുക്ക് അങ്ങനെ. ഇപ്പൊ സാറ് പറഞ്ഞതുമായി ബന്ധപ്പെട്ടേ പലപ്പോഴും വീട്ടിൽ പനിയൊക്കെ ഉണ്ടായാല് പാരസെറ്റമോൾ 650 അതാണ് വാങ്ങി കഴിക്കുന്നത് പറഞ്ഞാൽ ഇതിന്റെ അളവും കാര്യങ്ങളും ഡോക്ടറെ കാണിച്ചാൽ തന്നെ അതിന്റെ കറക്റ്റ് അളവും എത്രമാത്രം ഏത് ഡോസിൽ കൊടുക്കണം എന്നുള്ളത് അറിയുള്ളൂ. തീർച്ചയായിട്ടും. ഒരു ശ്രോതാവ് ഒരു ആശങ്ക പങ്കുവെക്കുന്നുണ്ട്, ഒരു ഷമാന. അവർ പറയുന്നത്, എൻ്റെ മോന് 2 വയസ്സായി, അൽഹംദുലില്ലാ, ആൾ ആക്റ്റീവാണ്, സംസാരം കുറവാണ്, കൂടുതലും ആക്ഷനിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ, എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ?
സംസാരം ഇനി ഫസ്റ്റ് വേർഡ് അച്ചീവ് നമുക്ക് 1 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നോർമൽ കുട്ടികൾ 1 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് വേർഡ് ഉപ്പ ഉമ്മ എന്നുള്ള മീൻസ് ഫസ്റ്റ് വേർഡ് അച്ചീവ് ചെയ്യും. 1 ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്തായാലും അച്ചീവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് വേർഡും അച്ചീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരെന്തായാലും സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. 2 വയസ്സായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഫസ്റ്റ് വേർഡ് പോലും അച്ചീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെന്തായാലും സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ആക്ഷനിങ്ങിലൂടെയുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കി. അവരിപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആക്ഷനിങ് മീൻസ് അവർ മെയിനായിട്ട് പോയിന്റിങ് ആയിരിക്കും ചെയ്യുക. ഇപ്പോൾ എന്തെങ്കിലും ഷെൽഫിൽ ഇരിക്കുന്ന സാധനം വേണമെങ്കിൽ അവർ ഇങ്ങനെ ചൂണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും അവരുടെ ആവശ്യങ്ങൾ നമ്മൾ മാക്സിമം നിറവേറ്റി കൊടുക്കാതിരിക്കുക. അവരെ കൊണ്ട് അത് എന്താണെന്നുള്ളത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നാണ് ഇനിഷ്യൽ സ്റ്റേജിൽ ചെയ്യാനുള്ളത്. പിന്നെ സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ കൺസൾട്ടേഷൻ എന്തായാലും ആ കുട്ടിക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഫീഡ്ബാക്ക് ഒരു ചോദ്യം കൂടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഫാത്തിമ ദിൽഷ കാരാടൻ, ചെറുപ്പകാലത്ത് എനിക്ക് വിക്കുണ്ടായിരുന്നു. ചില അക്ഷരങ്ങൾ പറയാൻ കഴിയില്ലായിരുന്നു. അൽഹംദുലില്ലാഹ് ഇപ്പോൾ അങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഭിന്നശേഷി സ്കൂളിൽ വരെ ചേർത്താനായിരുന്നു തീരുമാനം അന്ന് ചെറുപ്പത്തിൽ. പക്ഷേ ഉമ്മ പറഞ്ഞു അവിടെ ചേർത്താൽ അത് ശരിയായിക്കോളും എന്ന്. ഇപ്പോഴും റാ എന്ന് പറയുമ്പോൾ എൻ്റെ ചെറുപ്പകാലത്തിൽ അത് പറയാനുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ ഓർമ്മ വരാറുണ്ട് എന്നൊരു മെസ്സേജ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അയച്ചതാണെന്ന് മാത്രം. പിന്നെ ഒരു പ്രാർത്ഥന ഉണ്ട്. ഇന്നത്തെ സമകാലികത്തിലെ പ്രോഗ്രാം വളരെ വലിയ അറിവ് തന്നു. കേൾവി എന്ന അള്ളാഹു തന്ന അനുഗ്രഹം എത്ര വലുതാണ്. സാർക്ക് അള്ളാഹു ആയുസ് ആഫിയത്ത് നൽകട്ടെ. എപ്പിസോഡ് എന്നും നിലനിൽക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന. ഇപ്പം ഈ ഭിന്നശേഷി വിദ്യാലയങ്ങളിൽ ഇതിനുള്ള കൂടുതൽ ഞങ്ങൾ അധ്യാപകരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ സ്കൂളിലെ ഈ ഭിന്നശേഷി കുട്ടികൾ അല്ലെങ്കിൽ ഡിസേബിൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള അതിനൊരു വേർഡ് ഉപയോഗിക്കാറുണ്ടല്ലോ ശരിക്ക്. വൈകല്യം എന്ന വേർഡ് ശരിക്കും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അത് അവരെ പ്രത്യേകം പഠിപ്പിക്കുന്ന ഭിന്നശേഷി സ്കൂളുകൾ ഇപ്പോൾ നമ്മുടെ ഈ താഴെക്കോട് അടുത്ത് ഒരു സ്ഥാപനം വരുന്നുണ്ട് എന്നൊക്കെ അറിയുന്നുണ്ട്. അങ്ങനെ അതിൽ യഥാർത്ഥത്തിൽ അതുകൊണ്ടുള്ള മെച്ചം ഉണ്ടാകുമെന്ന് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് എന്തെങ്കിലും ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ, ഇപ്പോൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളും അങ്ങനത്തെ കാര്യങ്ങൾ, ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അത്രയും ഇപ്പോൾ ഡിസേബിലിറ്റി ഒരു 50% അല്ലെങ്കിൽ 60% ഒക്കെ ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെയുള്ള സ്പെഷ്യൽ സ്കൂൾസിൽ വിടുന്നത് അവർക്ക് എന്തുകൊണ്ട് ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് വെച്ചാൽ അവിടെ 1-to-1 ഇൻട്രാക്ഷൻ അവർക്ക് എന്തായാലും കിട്ടും. ഓക്കെ, അവിടെ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ കൗൺസിലർ ഉണ്ടാവും, സൈക്കോളജിസ്റ്റ് ഉണ്ടാവും, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാവും. അവർക്ക് എന്താണോ ആവശ്യം അത് കറക്റ്റായിട്ടും ഈച്ച് ഇൻഡിവിജ്വൽ അവർക്ക് അവിടെ നിന്ന് ലഭിക്കും. അപ്പോൾ നോർമലി ഒരു സ്കൂളിൽ ഇപ്പം 50 അല്ലെങ്കിൽ 60 ആണ് അവിടുത്തെ സ്ട്രെങ്ത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ കുട്ടീനെയും ഇൻഡിവിജ്വലായിട്ട് മീൻസ് അല്ലെങ്കിൽ ഓരോ കുട്ടീനെയും സെപ്പറേറ്റ് ആയിട്ട് നോക്കുക നമുക്ക് പറഞ്ഞ് അത് അത്രയും പോസിബിൾ ആവില്ല. അവിടെയാണെങ്കിൽ അവർക്ക് അവിടെ എണ്ണം കുറവായിരിക്കും, കുട്ടികളുടെ എണ്ണം കുറവായിരിക്കും. ഓരോരുത്തരെയും ഈച്ച് ഇൻഡിവിജ്വലിനെയും അവർക്ക് കറക്റ്റായിട്ട് കെയർ ചെയ്ത് അവർക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചിട്ട് അവർക്ക് അവിടെ നിന്ന് അതിൻ്റെ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരിക്കും. തീർച്ചയായും ഭിന്നശേഷി വിദ്യാർത്ഥികൾ അവരുടെ പഠിപ്പിക്കപ്പെടുന്ന സ്ഥാപനങ്ങൾ എന്നുള്ളത് നമ്മുടെ നാടുകളിലൊക്കെ ഗവൺമെൻറ് തലത്തിലും മറ്റുമൊക്കെ ധാരാളമുണ്ട്. പലതരത്തിലുള്ള ഭിന്നശേഷിയുള്ള കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ടാകും. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ചെറിയ ഹിയറിംഗ് പ്രോബ്ലം അല്ലെങ്കിൽ ഈ സംസാരത്തിൻ്റെ പ്രശ്നമൊക്കെ ആയിരിക്കാം. എന്നിരുന്നാലും അതിൻ്റെ കൂടുതൽ ട്രീറ്റ്മെൻറ്റ് മറ്റും എടുക്കുക എന്നുള്ളത് തന്നെയാണ് ശരിക്കും ഭിന്നശേഷി എന്ന് പറയുമ്പോൾ അവർക്ക് വ്യത്യസ്ത കഴിവുകളും അവരിലുണ്ട് എന്നുള്ളതാണ് വാക്കിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ സ്കൂൾസിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു കുട്ടിക്ക് എന്താണോ കഴിവ്, ഏത് മേഖലയിലാണോ കഴിവ് അത് കണ്ടെത്തിയിട്ട് അതിനെ മാക്സിമം അവർ പ്രൊമോട്ട് ചെയ്യും. മടി കാണിക്കാൻ പാടില്ല ഒരിക്കലുമില്ല. അവർക്ക് ഏത് ഫീൽഡിലാണോ അവർക്ക് കഴിവുള്ളത് അതിനെ അവിടെ നിന്ന് അവർ മാക്സിമം പ്രൊമോട്ട് ചെയ്യുകയാണ് ആ ഒരു സ്പെഷ്യൽ സ്കൂളിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ ഒരു സ്പെഷ്യൽ സ്കൂൾസിൻ്റെ ആ ഒരു ആവശ്യകത നന്നായിരിക്കും. അസ്ലം സാറുടെ ഈ ഒരു അവതരണം ശ്രോതാക്കൾക്കും നമുക്കടക്കം ഒരുപാട് പുതിയ നവോന്മേഷം പകരുന്ന ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായാലും പിന്നെ ഫീഡ്ബാക്കുകൾ തന്നെ ആ നിലക്ക് വിളിച്ചറിയിക്കുന്നതാണ്. ഫീഡ്ബാക്കിൽ വന്ന ചോദ്യങ്ങളും മറ്റൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരിക്കൽ കൂടി ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തെ പ്രയോജനപ്പെടുത്താം. അൽഹംദുലില്ലാഹ് അള്ളാഹു തന്ന കേൾവി പിന്നെ അതുപോലെ തന്നെ സംസാരിക്കാനുള്ള കഴിവെന്നുള്ള 2 അനുഗ്രഹത്തെക്കുറിച്ച് അതിൽ എന്തെങ്കിലും ഭംഗം വന്നാൽ പടച്ച റബ്ബ് തന്ന ഒറിജിനാലിറ്റിയിൽ നിന്ന് മാറി എന്തെങ്കിലും ഏട് വെച്ച് നമ്മൾ പരിഹരിക്കാൻ ശ്രദ്ധിക്കുക. അത് കൃത്യമായ സമയത്ത് എന്ത് ചെയ്യുക, കാണിക്കാനും പരിശോധിക്കാനൊക്കെ പിന്നെ ശ്രദ്ധിക്കുക. ഒരുപാട് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മളൊപ്പം പങ്കെടുത്ത ഗസ്റ്റ് അസ്ലം സാർക്ക് അൽ-ഷിഫ കിംസ് അൽ-ഷിഫ ഹോസ്പിറ്റലിലെ ഓഡിയോളജിസ്റ്റും സ്പീച്ച് തെറാപ്പിസ്റ്റുമായ അസ്ലം എസ് സാർക്ക് പ്രത്യേകം നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു.